ക്ലാസ് നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നലെ. അപ്പോൾ നമ്മൾ പാട്ട് എടുത്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. സ്റ്റെപ്സ് മാത്രം എടുത്തിട്ടിരുന്നു, പാട്ട് എടുത്തില്ല. പിന്നെ അതിൻ്റെ പാട്ടും എടുത്തിട്ട് അടുത്ത സ്റ്റെപ്സും കൂടെ ഇടുവാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട്, നല്ലൊരു പാട്ടാണ് എടുത്തത്. എല്ലാവരും കണ്ടു നോക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിരുന്നതാണ്. സ്റ്റെപ്സ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചു, പാട്ട് പാടിയില്ല. പാട്ട് ഇപ്രാവശ്യം പാടാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരുന്നത്. അപ്പം നമുക്കത് പാടാം. നമസ്കരിച്ചോളൂ. ചെയ്യാം, പാടി ചെയ്യണേ, പാടിക്കോളൂ. ചെയ്തോളൂ. ആ ഒന്നും കൂടെ നന്നായിട്ട് പാടി. ഇതിപ്പോൾ നന്നായിട്ട് മനസ്സിലായില്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതല്ലേ എടുത്ത ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതാ 1 2 3 4 തങ്കാൽ 1 2 3 4 1 2 3 4 കണ്ട, ഇതാണ് സ്റ്റെപ്പ്. 1 2 3 4 1 2 3 4. ഈ 1 2 3 4 ചെയ്തതിൻ്റെ കൂടെ തന്നെ 1 2 3 4 ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 1 2 3 4. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ പുറകോട്ട് ചെയ്യുമ്പോൾ 1 2 3 4 പുറകോട്ട് പോവാണ്. 1 2 3 4. അപ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതേ തന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എടുത്തു. ഇനി അതുപോലെ റൈറ്റ് സൈഡിലോട്ട് ഇടണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പം രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ ഒരുമിച്ച് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 കണ്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ വന്നു, തിരിച്ച് വന്നു, തിരിച്ച് വീണ്ടും ഇങ്ങനെ. ഇപ്പോൾ റൗണ്ടല്ലേ, ഈ റൗണ്ടിൽ നമ്മൾ പകുതി വന്നു, ഹാഫ് സർക്കിള്. തിരിച്ച് വീണ്ടും ഈ സൈഡും അതുപോലെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ചെയ്യണം. അപ്പോൾ നമ്മുടെ അതിന് കൈ ഇതാണ്. 1 2 3 4 1 2 3. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്യണം. ഇതാണ് 1 2 3 4 1 2 3 4. കണ്ടോ, നമ്മുടെ ബോഡിയും നീങ്ങുമ്പോൾ കൈയും കൂടെ അതുപോലെ ആയിക്കോളും. അതാണ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഊഞ്ഞാലാടുന്ന പോലെ, വളരെ സാവകാശം ഊഞ്ഞാലാടുന്ന പോലെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായി ചെയ്തോളൂ. വരും സ്റ്റെപ്പ് ഒന്ന് ചവിട്ടി നോക്കാം. ഇപ്പോൾ പഠിച്ച സ്റ്റെപ്പ് ചവിട്ടിക്കോളൂ. കാല് പുറകെ വെച്ചിട്ട് രണ്ടെണ്ണം ചെയ്യണം. 1 2 3 4. ഒന്നും കൂടെ 1 2 3 4. ഇനി നടന്നു വരണത് 1 മുമ്പോട്ട് 1 2 3 4. ഇനി അവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ 4 സ്റ്റെപ്പ് ചവിട്ടണം. 1 2 3 4 1 2 3 4.
അങ്ങോട്ട് പോകണം. നമുക്കൊന്നും കൂടെ ചെയ്യാം. 1 2 3 4. ഒന്നും കൂടെ 1 2 3 4. പുറകോട്ട് നടന്നോളാം. അതുപോലെ തന്നെ 1 2 3 4. ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം നമുക്കിത് തന്നെ. 1 അവിടെ നിന്നുണ്ട് 2 3 4 1 2 3 4. മുന്നോട്ട് വരണം. 1 2 3 4. അവിടെ നിന്നിട്ട് 1 2 3 4 1 2 3 4. പുറകോട്ട് 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി കൈയെടുക്കാം. അറിയാമല്ലോ, മനസ്സിലായല്ലോ അല്ലേ? അത് ചെയ്തോളൂ. ഒന്ന് നോക്കട്ടെ. 1 2 3 4 1 2 3 4. വളരെ ഈസി സ്റ്റെപ്പാണ് അല്ലേ? ഇനി നമുക്ക് ഈ സ്റ്റെപ്പ്, ഇനി 4 സ്റ്റെപ്പ് വെറുതെ നടന്ന് മുമ്പോട്ട് വരണം. അതെങ്ങനെ നടന്നു വരും? വന്നോളൂ. 1 2 3 4. മനസ്സിലായോ? അറിയാമല്ലോ, മനസ്സിലായല്ലോ അല്ലേ? അത് ചെയ്തോളൂ. ഒന്ന് നോക്കട്ടെ. 1 2 3 4 1 2 3 4. വളരെ ഈസി സ്റ്റെപ്പാണ് അല്ലേ? ഇനി നമുക്ക് ഈ സ്റ്റെപ്പ്, ഇനി 4 സ്റ്റെപ്പ് വെറുതെ നടന്ന് മുമ്പോട്ട് വരണം. അതെങ്ങനെ നടന്നു വരും? വന്നോളൂ. 1 2 3 4. മനസ്സിലായോ? ചേർത്ത് ചെയ്യാം. 2 സൈഡിലോട്ടും കൂടെ ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. കറക്റ്റാണ്. നന്നായിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി ഇത് പാട്ടുപാടി ചെയ്യാം. നമുക്കിത് പാട്ടുപാടിയൊന്ന് ചെയ്താലോ? ചെയ്തോളൂ. പാടിക്കോളൂ, ചെയ്തോളൂ. ചെയ്യൂ, പാടൂ. അത് തന്നെ, അത് തന്നെ. അവിടെ നിന്ന് വീണ്ടും നമ്മൾ പുറകോട്ട് പോകാൻ വേണ്ടി വീണ്ടും 4 സ്റ്റെപ്പ് ചവിട്ടുന്നു. ചവിട്ടിക്കോളൂ. പുറകോട്ട്. പാട്ട് പാടി ചെയ്തോളൂ. പക്ഷെ നമ്മളിപ്പോൾ പാട്ട് പാടുമ്പോൾ ഈ 4 എണ്ണം എന്നുള്ളത് 2 എണ്ണമൊക്കെ മതിയാവും. പാടുമ്പോഴേ നമുക്കത് എത്ര വേണം എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്തോളൂ. പാടി തന്നെ ചെയ്തോളൂ കേട്ടോ. റെഡി? ഒരു പ്രാവശ്യം കൂടെ. നന്നായിട്ട് പാടുകയും ചെയ്തു. നന്നായിട്ട്
തിരുവാതിര കളിക്കുകയും ചെയ്തു. താങ്ക് യു. കളി ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. കുറേ നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.